കണ്ടതിൽ ഏറ്റവും ബുദ്ധിമാൻ ലോകത്ത് നിന്നുകൊണ്ടൊരുത്തൻ ചിന്തിക്കുമ്പോൾ അവൻ മാത്രമാണ്. ഞാൻ ലോകത്തെ മുഴുവൻ വെച്ചുകൊണ്ടൊരു ചിന്ത നടത്തിയാൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ ഞാനാണ്. അതെന്നോട് വർത്തമാനം പറഞ്ഞിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ സമർത്ഥിക്കുന്നത് എന്നെക്കാൾ വേറൊരു ബുദ്ധിമാൻ ഇല്ലെന്നാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. അത് വെച്ചിട്ട് നമ്മുടെ തന്നെ ജീവിതം നോക്കിയാൽ മതി. ഇത്രയും ബുദ്ധിമാനായ നമ്മൾ നടത്തിയ തെരഞ്ഞെടുപ്പുകളിലേതെങ്കിലും, നമ്മൾ നടത്തിയ തീരുമാനങ്ങളിലേതെങ്കിലും, നമ്മൾ സയുക്തികമായെടുത്ത കാര്യങ്ങളിലേതെങ്കിലും ഈ അനിശ്ചിതത്വത്തെ മറികടന്നൊരു വിജയത്തിലേക്ക് എത്തുവാൻ ഇന്നോളം പര്യാപ്തമായിട്ടുണ്ടോ എന്ന് നമ്മുടെ പരിമിത കാലം വെച്ചുകൊണ്ടൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, എന്നിട്ട് മെല്ലെ ആ തലയൊന്നങ്ങ് കുനിച്ചാൽ മതി. ഇതിൻ്റെ ഉത്തരം നിർമ്മലാനന്ദഗിരിക്കാണ് വേണ്ടതെങ്കിൽ നിർമ്മലാനന്ദഗിരിയുടെ പരിമിത കാലഘട്ടത്തിലെ ജീവിതം വെച്ചുകൊണ്ട് നിർമ്മലാനന്ദഗിരി എന്ന സ്വയം ബുദ്ധിമാനാണെന്ന് നടിക്കുന്ന ബുദ്ധിമാനല്ലേ അയാളുടെ ജീവിത ദശാസന്ധികളിൽ കാര്യകാരണ പടലങ്ങൾ ഉതിർത്ത് യുക്തിപൂർവം എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം പ്രകൃതിയുടെ സമഷ്ടിപൂർവകമായ അനിശ്ചിതത്വത്തെ മറികടന്ന് ഒരു ചെറിയ വിജയമെങ്കിലും ഉണ്ടാക്കി. ഇടയ്ക്ക് വിജയത്തിൻ്റെ വെള്ളി വെളിച്ചങ്ങൾ കാണിക്കുകയോ വിജയമുണ്ടാവുകയോ ചെയ്തത് യാദൃച്ഛികമാണെന്ന് അറിയാതെ നിർമ്മലാനന്ദഗിരി തന്നോട് തന്നെ പറയൂ. പുറത്തുള്ളവരോട് യുക്തി വെച്ചൊക്കെ വാദിക്കുമ്പോഴും അത് കഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭാഗ്യം, ഇപ്പോൾ വാദിക്കുകയൊക്കെ ചെയ്യാം, തകർന്നു പോയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേ എന്ന് പറയുന്ന ഒരു രണ്ടാം നിർമ്മലാനന്ദഗിരി, ഒരു ഒബ്ലിക്ക് നിർമ്മലാനന്ദഗിരി, ഒരു പ്രതിബിംബ നിർമ്മലാനന്ദഗിരിയെ നേരിട്ടുകൊണ്ട് സദാ ഈ പ്രകൃതി സൃഷ്ടിച്ച് ഇതിൻ്റെ അനിശ്ചിതത്വത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ടാകും. ഇത്തരം വട്ടുപിടിച്ച അന്വേഷണങ്ങളാണ് എൻ്റെ. വട്ട് പിടിക്കണം തോന്നിയാലേ കേൾക്കാവൂ. അല്പം വട്ടേ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുള്ളൂ. മുഴുപ്രാന്താക്കി മാറ്റണമെങ്കിലേ എന്നെ പരിചയപ്പെടാം. അരക്കിറുക്കം വന്ന് മുഴുക്കിറുക്കനായി പോകുന്നത് ഏതായാലും ശുഭോദർക്കമല്ലെന്നാണ് തോന്നുന്നത്. എത്ര അടുക്കോടെ ചെയ്യുമ്പോഴും ഫലം എന്നത് അത് വലിയ ബുദ്ധിമാനും ചെറിയ ബുദ്ധിമാനും സാധാരണ മനുഷ്യനും അസാധാരണ മനുഷ്യനുമൊക്കെ എത്ര ആലോചിച്ച് എങ്ങനെ കർമ്മം ചെയ്യുമ്പോഴും ഫലം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാ അശാന്തിയും പോയി. ഒരു സെക്കൻഡ് കൊണ്ട് സകല അശാന്തിയും പോയി. മാത്രമല്ല അവൻ്റെ വൈഭവങ്ങൾ മുഴുവൻ കർമ്മത്തിൽ അവതീർണമാവുകയായി. ഒരു കർമ്മത്തിൽ ഒരുവൻ്റെ കായശേഷിയെ, ഒരുവൻ്റെ ഓർമ്മശക്തിയെ, ഒരുവൻ്റെ പൂർവ്വ പരിചയങ്ങളെ, ഒരുവൻ്റെ ജനിതകപരങ്ങളായ അറിവുകളെ പരിമിതപ്പെടുത്തുന്നത് അവൻ ആ കർമ്മം ചെയ്യുന്ന വേളയിൽ ഫലം എനിക്ക് വേണം എന്ന ചിന്തയിലൂന്നി ആ പരിമിതിയാണ് ഇതിനെ മുഴുവൻ സമാഹരിച്ച് കർമ്മത്തിലുള്ള ശ്രദ്ധ കുറയ്ക്കുന്നത്. ഒരേ സമയം ബോധത്തിന് രണ്ട് തലങ്ങളിൽ പറ്റില്ല. കർമ്മം വർത്തമാനത്തിലും ഫലം ഭാവിയിലുമാണ്. കർമ്മത്തിൽ വേണ്ടത് മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും സമരസപ്പെട്ട് സക്രിയമായി ഇന്ദ്രിയങ്ങളോടുകൂടി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇന്ദ്രിയ ദേവതകൾ മനസ്സും ബുദ്ധിയും അഹങ്കാരവും അടങ്ങുന്ന ദേവതകളോടുകൂടി ഒന്നിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിലവിലില്ലാത്ത ഭാവിയിൽ വന്നേക്കാവുന്ന ഫലത്തെയും അതിൻ്റെ അധികാരത്തെയും അതിനവകാശപ്പെട്ടവരെയും അത് ആർക്കു പോകുമെന്നുള്ളതിനെയും ഉള്ള ചിന്ത ഒരു നിമിഷാർദ്ധത്തിൽ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കായശേഷിയും കർമ്മശേഷിയും നിങ്ങളുടെ മനസ്സും ബുദ്ധിയും വികലമായി തീരുകയും കർമ്മം അവിടെ വെച്ച് നിർത്തണമെന്ന് തോന്നുകയോ ഉന്തിത്തള്ളി കൊണ്ടുപോകണമെന്ന് തോന്നുകയോ വിജയത്തിലേക്ക് എത്താവുന്ന കർമ്മത്തെ പരാജയപ്പെടുത്തണമെന്ന് തോന്നുകയോ വിജയത്തിലേക്ക് എത്തുമെങ്കിൽ അത് ഇന്നിടത്തേക്ക് ചായ്ച്ചു കൊണ്ടുപോകണമെന്ന് തോന്നുകയോ തോന്നുന്ന തോന്നലുകളെല്ലാം വളരെ ശക്തമായി വരുമ്പോൾ ആ കർമ്മം തന്നെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ആധുനികരിൽ കാണുന്ന പ്രത്യേകത. നിങ്ങളുടെ മാനേജ്മെന്റ് തിയറികൾ എന്തെല്ലാം പറഞ്ഞാലും ഒരു ഇൻസെൻറ്റീവും കർമ്മത്തെ വളർത്തുകയില്ല. ഫലത്തിലുള്ള ചിന്ത കടന്നു വന്നുപോയാൽ ഒരു തുണി നന്നായി ഇറക്കുന്നതിന് ഒരുവൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവൻ ഫലത്തിൽ ഒരു ചിന്തയും ഇല്ലെങ്കിൽ പോയി ഇതിറക്കി മാർക്കറ്റിൽ എത്തിച്ചിരിക്കും. മറ്റവൻ ഇതിൻ്റെ ലാഭവും നഷ്ടവും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയും ചെയ്യും. ഇറക്കി കഴിയുമ്പോൾ എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ് അവൻ അടിച്ചുകൊണ്ട് പോയത് നീ നാറി പറഞ്ഞ് നാനാവിധമാകുകയും ചെയ്യും. ഇതിന് കാരണം വരുന്നത്
ഇവൻ്റെ ബോധത്തിലൊരു നാറ്റമുള്ളതുകൊണ്ടാണ്. ഇവൻ്റെ ബോധത്തിൽ മായാവരണമുള്ള ഒരു ഫലേച്ഛ കിടക്കുന്നതുകൊണ്ടാണ്. ആ ഫലേച്ഛയുടെ നാറ്റമാണ് ഇവൻ്റെ അടുക്കലെത്തുമ്പോൾ കേൾക്കുന്നത്. അവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഫലം മേ സ്യാത്, ഫലം സ്യാത് എന്ന് വേണം. ഫലമില്ലാതെ കർമ്മമില്ല. എല്ലാ കർമ്മത്തിനും ഫലമുണ്ട്. അതിൻ്റെ ഫലം ചെയ്യുന്നവന് പൂർണ്ണമായി എനിക്ക് വേണം എന്ന ചിന്തയുണ്ടാകുന്നതാണ് ഇതിൽ നാറ്റമുള്ള ഭാഗം. അത് കർമ്മത്തിലുള്ള നിങ്ങളുടെ എല്ലാ ശേഷിയും കളയുന്നു. നിങ്ങൾ ആരെല്ലാം കർമ്മം തുടങ്ങുകയും ആലസ്യമുണ്ടാവുകയും ചെയ്യുന്നുവോ, ആരെല്ലാം കർമ്മത്തെ ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നുവോ, ആരെല്ലാം അന്യൻ്റെ കർമ്മത്തിൽ കയറി ഭാവാത്മകമായി ഇടപെടുന്നുവോ, അതെല്ലാം ഫലത്തിലുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ്. ലോകത്തുണ്ടാകുന്ന എല്ലാ യുദ്ധങ്ങളും വഴക്കുകളും ഫലത്തിലുള്ള താല്പര്യം കൊണ്ടാണ്. വ്യക്തി കർമ്മങ്ങൾ ആവിർഭവിക്കുകയും കണ്ടു നിൽക്കുന്ന വ്യക്തികൾ കർമ്മത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ആകർഷിക്കപ്പെട്ടവർ കർമ്മത്തിലല്ലാതെ ഫലത്തിൽ താല്പര്യം കാണുകയും ചെയ്യുമ്പോഴാണ് എല്ലാ സംഘടനകളും ആവിർഭവിക്കുന്നത്, എല്ലാ കൂട്ടായ്മകളും ആവിർഭവിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ലോകത്തിലെ എല്ലാ ദുരന്തങ്ങളും വഴക്കുകളും. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യണം എന്ന് ഭഗവത്ഗീത പറഞ്ഞിട്ടേയില്ല. കാരണം ഫലമുള്ളത് തന്നെയാണ്. ഫലമില്ലാതൊരു കർമ്മമില്ല. തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ. കർമ്മത്തിനെല്ലാം ഫലമുണ്ട്. ഫലം ഉണ്ടാകുക തന്നെ ചെയ്യും. ലോകത്ത് ഏതെങ്കിലും ഒരു കർമ്മം ഫലമില്ലാത്തതില്ല. ഫലം ഉള്ളത് കൊണ്ടാണല്ലോ ഫലത്തെ ത്യജിക്കാൻ പറയുന്നത്. ഫലമില്ലെങ്കിൽ എന്തിനാ ഫലം ത്യജിക്കുന്നത്? ഫലമുണ്ട്. കർമ്മമാണോ ഫലമുണ്ട്? തെറ്റിദ്ധാരണയൊക്കെ നീക്കിക്കൊള്ളുക. ഫലം ആരിൽ എന്നതാണ് പ്രശ്നം. അത് എനിക്ക് വേണമെന്ന് ചിന്തിച്ചാൽ കർമ്മം അവിടെ വെച്ച് അതിൻ്റെ ദേവതകൾ അതിനെ ഒന്ന് മാറ്റിമറിച്ച്, ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വിപരീതമാക്കും. അതുവരെ ക്രമമായി ഓടും. ആരും നിങ്ങളോട് കണക്ക് ചോദിക്കുകയില്ല. ആരും നിങ്ങളോട് ഒന്നും ചോദിക്കില്ല. ലോകത്ത് ധാർമ്മികമായി ചെയ്യുന്നവൻ കർമ്മം ചെയ്തു പോകുന്നിടത്തോളം ഈ ലോകത്ത് 1000 കർമ്മങ്ങളിൽ ഒരു ശാസ്ത്രവും ഒരു നിയമവും ഒരു കോടതിയും ഒരു പോലീസും ഇല്ലാതെ ഇവിടെ ഇഷ്ടം പോലെ കർമ്മം നടക്കുന്നുണ്ട്. അതിലൊന്നും കയറി ഇടപെടാൻ ആർക്കും പറ്റില്ല. കാരണം അത് പ്രകൃതിയുടെ നിരന്തര സൂപ്പർവിഷനിലാണ് നടക്കുന്നത്. അതതിൻ്റെ അനുസ്യൂതതയിൽ, സ്വച്ഛന്തതയിൽ നടന്നുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾക്കും ചെയ്യാം. ആരും തടസ്സം പിടിക്കില്ല. നിർത്തേണ്ടതുമില്ല, നിർത്താതിരിക്കേണ്ടതുമില്ല. അതിൻ്റെ ഫലത്തിലേക്കൊരു കണ്ണ് വരുമ്പോൾ പ്രകൃതി ട്വിസ്റ്റഡ് ആവും. കർമ്മശേഷി കുറയും.